ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ ട്രിവാൻഡ്രത്താണ് ഉള്ളത്. എനിക്ക് ഓഫീസിൽ പോകേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേപ്പും കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സ് അയൺ ചെയ്ത് ബെഡിൽ കൊണ്ടിട്ടപ്പോഴാണ് കണ്ടത് എൻ്റെ റൂംമേറ്റും ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടുള്ള ഗോപികയും ഇന്ന് സെയിം കളറിലുള്ള കുർത്തിയാണ് അയൺ ചെയ്ത് കൊണ്ടിട്ടിട്ടുള്ളത്. അപ്പം ഞാൻ ദേ കുർത്തിയൊക്കെ ഇട്ടൊന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് വരാം കേട്ടോ. ഞാൻ ഈ കുർത്തിയോട് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ പാൻ്റല്ല കേട്ടോ. ഇതിനോട് ഞാൻ ജീൻസാണ് ഇടാറ്. പോകാൻ ഇറങ്ങാറാകുമ്പോഴത്തേക്ക് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം എനിക്കിനി ഫുഡൊക്കെ കഴിക്കാനായിട്ടുണ്ട്. ഞാൻ അങ്ങനെ വലിയ രീതിയിൽ സ്കിൻ കെയർ ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷേ ഇനി അങ്ങോട്ട് എനിക്ക് സ്കിൻ കെയറുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഞാൻ ഇനി പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഫേസിലൊരു മോയ്സ്ചറൈസറും പിന്നെ ഒരു പൗഡറും പിന്നെ ഐലൈനർ വെച്ചൊരു പൊട്ടും കണ്ണു എഴുതത്തേ ഉള്ളൂ. അത്രയൊക്കെ ഫേസിൽ ചെയ്യാറുള്ളൂ. പിന്നെ ലിപ് ബാമും ലിപ്സ്റ്റിക്കും അത്രേ ചെയ്യാറുള്ളൂ. കാര്യമായിട്ടുള്ള സ്കിൻ കെയർ ഒന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ അങ്ങോട്ട് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്കും ഇനി ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അല്പം വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരുങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. പിന്നെ വെള്ളമൊക്കെ കുടിച്ചിതാ കമ്മലൊക്കെ എടുത്തിട്ടുണ്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ആണി ഒന്ന് താഴെ പോയി അത് തപ്പാൻ പോയതാണ്. അങ്ങനെ ഞാൻ എൻ്റെ കമ്മലൊക്കെ ഇട്ടു. അപ്പോൾ കണ്ണിൽ നിന്ന് ഐലൈനർ ഒളിച്ച് കണ്ണിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അത് ഞാൻ ടിഷ്യൂ ഒക്കെ ഇട്ടിട്ടൊന്ന് മാറ്റി. പിന്നെ ലിപ് ബാം കൂടി ഇട്ടപ്പോഴത്തേന് ഏകദേശം ഫേസിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ മുടി രാവിലെ എല്ലാ ദിവസവും നനയ്ക്കും. അപ്പം മുടി ഒന്ന് ഉണങ്ങുന്നത് ഒരു ചടങ്ങായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ മുടിയൊക്കെ ഉണങ്ങിയൊന്ന് ചീവിയൊക്കെ നോക്കിയിട്ട് മുടി ഉണങ്ങിയ ലക്ഷണമൊന്നുമില്ല. അപ്പോൾ വീണ്ടും ഞാൻ ടവൽ എടുത്ത് വെച്ച് കെട്ടി. അങ്ങനെ കെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ബാക്കിൽ ഒരാൾ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ റൂംമേറ്റും ബെസ്റ്റ് ഫ്രണ്ടും ആയിട്ടുള്ള ഗോപിക. ഞങ്ങൾ ആക്ച്വലി കോളേജിലോ സ്കൂളിലോ ഒന്നും പഠിച്ചതല്ല. ഞങ്ങൾ ഓഫീസിൽ വന്ന് ഫ്രണ്ട്സ് ആയവരാണ്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇന്ന് കഴിക്കാനായിട്ട് പുട്ടും പയറും പപ്പടമായിരുന്നു. പക്ഷേ എനിക്ക് പുട്ടൊന്നും ഇറങ്ങി പോകണമെങ്കിൽ എന്തെങ്കിലും ചാറ് വേണം. അങ്ങനെ ഞാൻ മീൻ ചാറ് ഒഴിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി റെഡിയായി. അങ്ങനെ ഞാനും ഗോപിയും വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്നത് USTയുടെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒരു പേജിലാണ് കേട്ടോ. ഞാനും ഗോപിയും ഒരുമിച്ചാണ് USTയിൽ ജോയിൻ ചെയ്തത്. ഇപ്പം ഞങ്ങൾ USTയിലല്ല വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആവുന്നത്. ഇപ്പം ഞങ്ങൾ ഫേസ് 3യിലുള്ള ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ഓടിച്ച് ഫേസ് 3യുടെ ഓപ്പോസിറ്റുള്ള സിഗ്നലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓഫീസിൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഓഫീസിനകത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഗോപിക വേറെ ഫ്ലോറിലും ഞാൻ വേറെ ഫ്ലോറിലുമാണ് വർക്ക് ചെയ്യുന്നത്. സെയിം കമ്പനിയൊക്കെയാണ്. അപ്പോൾ ഗോപിക പോയി. അങ്ങനെ ഞാൻ ഓഫീസിലെത്തി. അപ്പോൾ ഈ നിൽക്കുന്നത് എൻ്റെ സീനിയർ കൃഷ്ണദാസ് ചേട്ടനും ജൂനിയർ ഗോവിന്ദുമാണ്. ഞങ്ങളുടെ ടീം ഒരു വലിയ ടീമാണ്. എല്ലാവരെയും ഞാൻ ഇനിയുള്ള വീഡിയോസിൽ പരിചയപ്പെടുത്താൻ. ഇത് കൃഷ്ണാഞ്ജലിയാണ്. ഇത് വിഷ്ണുവാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവിടെ ഇരുന്ന് എന്തൊക്കെയോ കമൻറ്റ് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് തന്നെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെൻഡിങ് മെഷീനിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ ഒരു സ്നാക്ക് എടുക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓഫീസിൽ തന്നെ ചായ കുടിക്കാനും സ്നാക്സ് കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണാഞ്ജലി സ്നാക്സ് ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇടിച്ചിട്ട് നന്നായിട്ട് തേച്ചൊരച്ച് പാത്രമൊക്കെ കഴുകുന്നുണ്ട്. ഇനിയിപ്പോൾ ഗോവിന്ദ് ഇവിടെ നിന്ന് പറയുകയാണ് കേട്ടോ. ചേച്ചിയുടെ വ്ലോഗ് നോക്കുന്നതാണ് ഇവിടെ പാത്രം കഴുകലും ഫുഡ് കഴിക്കലും ചായ കുടിക്കലും ഒക്കെ നടക്കുന്നുള്ളൂ. അപ്പോൾ ഈ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞാൻ വീട്ടിൽ പോവാണ്. അതുകൊണ്ട് ഓഫീസിൽ നിന്ന് നേരെ ഇറങ്ങിയത് വീട്ടിലേക്ക് പോകാനായിട്ടാണ്. വെഞ്ഞാറമൂട് സ്റ്റാൻഡിൽ വന്നിട്ട് ഞാൻ ബസ് ബുക്ക് ചെയ്തത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബസ്സൊക്കെ പിടിച്ചതാ ഞാൻ എൻ്റെ നാട്ടിൽ പത്തനംതിട്ടയിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് റാന്നിയിലാണ് ഞാൻ ഇറങ്ങുന്നത്. ഏട്ടൻ എന്നെ അവിടെ വിളിക്കാനാണ് വരുന്നത്. റാന്നിയിൽ എത്തിയപ്പോഴേക്കും ഏട്ടൻ അവിടെ വന്ന് തന്നെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. ഇനിയിപ്പം ഞങ്ങളുടെ സ്ഥിരം പരിപാടി എല്ലാ വീക്കിലും വരുമ്പോൾ ഒരു ഷവർമ കഴിക്കുന്നത് ഞങ്ങൾക്ക് മസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ചേട്ടൻ ഷവർമ വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഷവർമയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് എനിക്ക് ഇത് കഴിച്ച് ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ, സീ യു.